നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അടുക്കളപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുക്കളയുടെ അടുത്തിരിക്കുന്ന മമ്മിയെ കാണാൻ വേണ്ടി. എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മോൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ നമ്മുടെ നിത്യചരിതയായിട്ടുള്ള അതായത് ദിനം തോറുമുള്ള നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഈ ഇരിക്കുന്നത് എനിക്ക് അടുക്കളയിൽ ഈ ടൈമൊക്കെ നല്ല ഉഗ്രം പണിയാണ്. എൻ്റെ പിറകെ ഇങ്ങനെ നടക്കും. 4 മണിക്ക് എണീറ്റവനാട്ടോ. 4 മണിക്കൊരു മോർണിംഗ് വാക്കുണ്ട്. അച്ഛൻ ടെറസിൽ മോർണിംഗ് വാക്ക് ചെയ്യുമ്പോൾ അവനും വാക്ക് ചെയ്യുമെന്ന് കാണിച്ചു തരാം. എനിക്ക് ആ സമയത്ത് വേറെ പണിയായത് കൊണ്ടാണ് കേട്ടോ. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പല്ലിയപ്പും ഒക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഇനി ഒരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. അച്ഛൻ അങ്ങോട്ട് നടക്കുമ്പോൾ അവൻ അങ്ങോട്ട് കിടക്കും, അച്ഛൻ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് കിടക്കും. അത് കഴിഞ്ഞാൽ ഈ താഴെ വന്നിട്ടുള്ള യോഗയും കാര്യങ്ങളും ആ ഇരിപ്പൊക്കെ ഒന്ന് കാണണം. ഞാൻ ഇതിൽ കൂടെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും മോൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യുക. പാവപ്പെട്ട ഒരു ചെറുതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വെറും അശുവായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഞാൻ കേട്ടോ. നമ്മളൊക്കെ പാവങ്ങളാണ്. അതുപോലെ എന്നെപ്പോലെയുള്ള ഒത്തിരി ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെയും ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൊച്ചും കിടക്കണ കണ്ട. മോനും ചെയ്തേ അതുപോലെ മോനും ചെയ്തേ. കാലൊക്കെ വെച്ച് യോഗ ചെയ്തേ. ചെയ്തേ. മോനും ചെയ്യ്, യോഗയൊക്കെ ചെയ്യ്. മോൻ ചെയ്യ്. ചെയ്യേ ഇങ്ങനെ ചെയ്തേ. കാലുകൊണ്ട് ഇങ്ങനെ ചെയ്തേ. ചെയ്തേ മോൻ. മോനും ചെയ്തേ. ചെയ്തേ അച്ഛൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യ്. യോഗ ചെയ്തേ. നോക്കട്ടെ, യോഗ ചെയ്തേ പൊന്നോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ മുകളിൽ അച്ഛൻ നടക്കും, മോർണിംഗ് വാക്ക് ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ അവനും നടക്കും. അങ്ങനെയൊക്കെ കേട്ടോ. അതിനി ഒരു ദിവസം എടുത്ത് കാണിച്ചു തരാം. മോർണിംഗ് വാക്ക് നടക്കുന്നത് മുകളിൽ അച്ഛൻ്റെ കൂടെ അവൻ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. പിന്നെ ഇവിടെ വന്ന് യോഗ ചെയ്യാനിരുന്ന് തന്നെ ഇങ്ങനെ ഇരിക്കും നോക്കിക്കൊണ്ട്. കൂടെ കിടക്കുന്ന കേട്ടോ. അത് കഴിയുന്നവരെയും കൂടെ കിടക്കും. യോഗ കഴിയുന്നവരെയും കിടക്കും. മുകളിൽ പോയി ഒരു മോർണിംഗ് നടത്തമുണ്ട് അച്ഛൻ്റെ കൂടെ. ടെറസിൻ്റെ മുകളിൽ അച്ഛൻ നടക്കാൻ പോവേ. അവനും നടക്കുവേ. കാണിച്ചു തരാമേ ഒരു ദിവസം അത്. ടെറസിൻ്റെ മുകളിൽ പോയി അച്ഛൻ്റെ കൂടെ മോർണിംഗ് നടത്തമൊക്കെ കഴിഞ്ഞു പോയാ? രാവിലത്തെ ഫുഡ് നമ്മുടെ ഹസ്ബൻഡിന് കൊടുക്കാൻ പോകുന്നത് ഈ പാലാണ് കേട്ടോ. അപ്പോൾ പാല് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ പാലിൽ 1/2 ഗ്ലാസ് കൂട്ടിച്ചേർത്ത് കേട്ടോ. എന്നിട്ട് ഈ മ്യൂസിലി ഇട്ടിട്ട് കൊടുക്കാൻ. അപ്പോൾ കുറേ ദിവസമായി അത് ചില പൊട്ടിച്ചിട്ടില്ല. മോൾക്കും മ്യൂസിലി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മ്യൂസിലി ഇട്ടിട്ട് ഒരു പഴവും കൂടെ കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെ കുറച്ച് മ്യൂസിലി ഇടും. കുറച്ച് മ്യൂസിലി ഇട്ടു. പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ ഒരു പഴം കട്ട് ചെയ്ത് ഇടും കേട്ടോ. ബാക്കിയെല്ലാം ഇതിലുണ്ട്. മത്തങ്ങയുടെ കുരു ഇതിലെല്ലാം അടങ്ങിയതാണ് കേട്ടോ. ന്യൂട്രീഷനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മ്യൂസിലി കണ്ടോ. ഇതാണ്. പിന്നെ ഈ മോന് വേണ്ടി
ടിഫിൻ കെട്ടാൻ വേണ്ടി റൊട്ടി ഉണ്ടാക്കണം. അത് ഇത് കൊണ്ടൊന്ന് വെക്കട്ടെ. പിന്നെ പതിവ് പോലെ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പുള്ളിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്കൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഴം പൊളിച്ചിട്ട് കട്ട് ചെയ്തിടട്ടെ. അപ്പം ഞാൻ ഈ പഴവും കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതൊരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് പുള്ളി കുളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ അതുപോലെ പുള്ളി കുളിച്ചിട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ കുറച്ച് ഇത് കഴിക്കുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കഴിക്കില്ല. ഞാൻ പിന്നെ ഒരു വിസ്താരമുള്ള ഒരു ഡിഷിലെടുത്തന്നേ ഉള്ളൂ. ഞാൻ അടുക്കള പണി ചെയ്യുന്നതുകൊണ്ട് മോനും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ജ്യൂസും ആയി, പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റായി. ഇത് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റായി. പുള്ളി കുളിച്ചിട്ട് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂടി ചീയ ഉടനെ. അപ്പോൾ ഇത് ഇവിടെ അടച്ച് വെക്കട്ടെ. അപ്പോൾ ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ആ ജ്യൂസൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായോ ടൊമാറ്റോ ഒന്ന് വഴറ്റിയിട്ട് മുരിങ്ങക്കായ ഇട്ട് വേവിച്ചിട്ട് ചൊരക്കയും കൂടെ തേങ്ങ അരച്ച് വെച്ചത് കേട്ടോ. പിന്നെ ബീൻസ് കഴുകി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരന് വേണ്ടി. അപ്പോൾ ബീൻസ് തോരൻ ഒക്കെ പച്ചക്കറിയാണ് കേട്ടോ. ഇത് പാവക്ക വറുത്തതുണ്ട്. പിന്നെ മോന് ടിഫിൻ കൊണ്ടുപോകാൻ വേണ്ടി റൊട്ടിക്ക് കുഴച്ച് ഞാൻ രാത്രിയെ റൊട്ടി കുഴച്ചത് ഈ വെള്ള തുണി കൊണ്ട് കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ, കാറ്റ് കയറാതെ. അപ്പോൾ അവൻ എണീറ്റ് കഴിയുമ്പോൾ റൊട്ടിയാവും. അപ്പോൾ റൊട്ടിക്കുള്ളത് വെച്ച് ഇതുപോലെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. തുണി കൊണ്ട് ഞാൻ പൊതിഞ്ഞ് പിന്നെ ടക്കൻ വെച്ച് അടച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത്. ഇന്നലെ രാത്രി ഞാൻ തലേ ദിവസം വെച്ചു. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു വലിയ ചീനച്ചട്ടി വെച്ചേക്കണാണ്. അപ്പോൾ ചീനച്ചട്ടിയുടെ ഇത് എല്ലാം കഴുകിയതാണ് കേട്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഇൻഡാരി അല്ല കേട്ടോ. അവർ ഈ ചീനച്ചട്ടി ഞങ്ങൾ മേടിച്ചപ്പോൾ തന്നത്. ചീനച്ചട്ടി നല്ലതാണ്, പക്ഷേ അതുകൊണ്ടാണ് ആ കളറ് വന്നത്. ഇപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഇട്ടിട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ വേവിച്ച് കഴിഞ്ഞാൽ കൊത്ത് പോലെ. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും ഇല്ലാതെ ഇത്തിരി വഴറ്റിയിടുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വഴറ്റില്ല കേട്ടോ. ഞാനപ്പോൾ എണ്ണയിലിട്ട് ഇത്തിരി വഴണ്ടതിന് ശേഷം ഈ മുരിങ്ങക്കയും പച്ചമുളകും മഞ്ഞപ്പൊടിയുമായിട്ട് മുരിങ്ങക്കയും ഇട്ട് മഞ്ഞപ്പൊടിയും ചുരക്കയായിട്ട് ഇട്ട് വേവിക്കും, അടച്ചിട്ട് വേവിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന കറിവേപ്പിലേക്ക് ഇട്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടിടും. ഇതിനേക്കാൾ വലിയ ചീനച്ചട്ടി ഉണ്ട് കേട്ടോ. അതും ഇത് ഇങ്ങനെ തന്നെ നമ്മൾ നല്ല വില കൊടുത്ത് മേടിക്കും. ഇൻഡാലിയത്തിൻ്റെയാണ് കേട്ടോ. ഇൻഡാലിയത്തിന് മേടിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ അതിനകത്തൊരു കറുപ്പായിട്ട് വരുന്നത് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. നമ്മൾ ഒരുപാട് പരീക്ഷിച്ച് ദീപക്കൊക്കെ നോക്കി, പക്ഷെ അതങ്ങനെയാണ്. അപ്പോൾ ഇത് ഒന്ന് വഴണ്ട് വരട്ടെ. പൊന്നിന് ചിക്കൻ ഇട്ട് തരാം. അവൻ അടുക്കളയിൽ വന്ന് മണപ്പിക്കുന്ന കേട്ടോ. ഇന്ന് മാമ വെജ് തരുന്നില്ല, ഇന്ന് ചിക്കൻ തരാം കേട്ടോ. ചിക്കൻ തരാം പൊന്നിന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ടൊമാറ്റോ വഴണ്ടതിൻ്റെ കൂട്ടത്തിൽ 2-3 പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി അങ്ങനെ ഇട്ടിട്ട് നമ്മൾ വേവിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. 2-3 കറിവേപ്പിലയും ഇട്ട് ഞാൻ അതിൻ്റെ കൂടെ മുരിങ്ങക്കായും ഇട്ട് ഒന്ന് വഴറ്റും കേട്ടോ. വഴറ്റിയിട്ട് ചുരക്കയും കൂടെ ഇട്ട് ചുരക്കയോ കുമ്പളങ്ങയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ഞാൻ കൂട്ടിടുകയുള്ളൂ കേട്ടോ. അതിൻ്റെ മസാലകൾ ഇടുകയുള്ളൂ. അപ്പോൾ അതവിടെ ഇച്ചിരി അങ്ങനെ വഴറ്റിയിട്ടിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ചുരക്കയും കൂടെ ഇട്ട് കുമ്പളങ്ങ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചുരക്ക ഇട്ടത്. അപ്പോൾ കുറേ നാളായി കേട്ടോ ഞാൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ട്. ചട്ടിയിൽ വെച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ ചട്ടിയിൽ വെച്ചില്ല. ഇതിലിട്ടിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാലോ എന്ന് വിചാരിച്ചു. ഇച്ചിരി വെള്ളം ഒഴിച്ചു, മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കും. അപ്പോൾ നമ്മൾ ചുരക്കയൊക്കെ ഇട്ടു, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു, കറിവേപ്പിലയൊക്കെ കണ്ടല്ലോ. കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ടോ. തക്കാളി പകുതി വഴണ്ട് വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ചുരക്ക ഇട്ടു, മുരിങ്ങയൊക്കെ ഇട്ടു, മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് അടച്ച് വെക്കട്ടെ. അത് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. ഞാൻ ഇതിൻ്റെ കൂട്ട് ഒരു പിഞ്ച് ഇഞ്ചി, ചെറിയ ഉള്ളി, മലയാളി കടയിൽ നിന്ന് ഉള്ളി മേടിച്ചത് കണ്ടേ, ജീരകം, പിന്നെ ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ ഇട്ടെങ്കിലും ഒരു കളറിന് വേണ്ടി, നമ്മുടെ തേങ്ങയ്ക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു പിഞ്ച് ഇട്ടിട്ട് നല്ലോണം ബട്ടർ പോലെ, അതായത് മക്കൻ പോലെ അരച്ചിട്ട് വരട്ടെ. ഒരുത്തം വന്ന് നിപ്പുണ്ട് കേട്ടോ പതിവ് പോലെ തുടക്കാൻ. രാവിലെ എണീറ്റാണ് അച്ഛൻ്റെ കൂടെ മോർണിംഗ് വാക്ക്. അച്ഛൻ യോഗ ചെയ്യുമ്പോൾ ഇരിക്കൽ. അത് കണ്ടില്ലേ? കണ്ടോ?
ചീപ്പ് എവിടെ? ചീപ്പ് ചീകി കൊടുക്ക് കൊച്ചിന്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടക്കണം എന്നൊക്കെ കണ്ടോ? അവൻ എൻ്റെ കൂടെ അവിടെ നോക്കിയിരിക്കും, മമ്മി എന്ത് ചെയ്യുന്നു, മമ്മി എന്ത് ചെയ്യുന്നൊക്കെ. ഇനി അച്ഛനും ഒരു വിടൽ, ചേട്ടനും ഒരു വിടൽ. സുന്ദരനായി എൻ്റെ മോൻ, സുമുഖനായി. ആ, മന്മഥനായി, മന്മഥൻ. പൊക്കോ പൊക്കോ പൊക്കോ, അടുക്കളയിൽ ചൂട് പൊന്നാ, പൊക്കോ. മക്കൻ പോലെ, മക്കൻ നമ്മൾ ബട്ടർ പോലെ അരക്കെന്ന് പറയില്ലേ, അതുപോലെ അരച്ചോണ്ട് വന്നു. അപ്പോൾ ഈ കളർ എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടു. അത് കാരണം ആ തേങ്ങയ്ക്കൊരു കളർ കിട്ടാൻ കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ ആൾക്കാർ, പഴയ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ, അതൊക്കെ വെന്ത് വരട്ടെ, ചൊരക്കയൊക്കെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ തുണിയും കൂടെ കഴുകാമെന്ന് വെച്ചു. അപ്പോൾ സോപ്പൊടിയൊക്കെ ഇട്ട് മിഷീനിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് അടിഞ്ഞ് ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ട്രിപ്പ് അലക്കാം. അപ്പോൾ ഇതവിടെ കിടന്ന് അടിഞ്ഞോടും ശരിക്കും വരാം. ഇനിയും പോകണോ? അച്ഛൻ്റെ പുറകെ പോകണോ ഇനിയും? അത് കഴിഞ്ഞ് മമ്മി തുണി വിരിക്കാൻ പോകുമ്പോൾ വരും, മമ്മി അടുക്കളയിൽ കയറാൻ പോയി, ഇങ്ങനെ പുറകെ നടക്കണം. അവൻ എന്ത് ചെയ്യാനായിട്ടാ പാവം. ആ ശരി ശരി, എന്നെയും കൊണ്ടുപോകണേ ഡാഡിന്നാണ്. ആ കൊണ്ടുപോയത് എത്ര പ്രാവശ്യം പോകുമ്പോഴോ, നീ പോകുമ്പോൾ കാല് തുടച്ച അവസ്ഥയ്ക്ക് കയറ്റണം. പണിയാടാ മമ്മിക്ക്, ഇങ്ങനെ പണി തരല്ലേടാ. ആ ശരി, പോയിട്ട് വാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് നമ്മൾ ഈ തേങ്ങ അരച്ചത് ഇട്ട് ഒന്ന് താളിച്ചെടുക്കട്ടെ. കുറേ നാളായി കേട്ടോ തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയിട്ട്. തേങ്ങ അരച്ച കറി മോന് ഇതുപോലത്തെ ചാറ് കറി വെച്ചാൽ ഇഷ്ടപ്പെടില്ല കേട്ടോ. മോള് കഴിക്കും, പലർക്കും പല ടൈപ്പാണ്. അവൾ കഴിക്കുന്നത് മോന് കഴിക്കൂല, മോൻ കഴിക്കുന്നത് കഴിക്കൂല. പക്ഷേ എനിക്കിതൊക്കെയാണ് ഇഷ്ടം കേട്ടോ, നാടൻ കറികൾ. ഞാൻ കൂടുതൽ വെജ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മീനും ഇറച്ചി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. ബെഡ്ഷീറ്റും അലക്കണോ? അവനെ എണീക്കണ്ടേ? അതിനി രണ്ടാമത്തെ ട്രിപ്പ് അലക്കാം. ബെഡ്ഷീറ്റ് മാറ്റാൻ പറഞ്ഞതാണ് കേട്ടോ. വന്നേ എവിടെ പോയി? വന്നേ ഇങ്ങോട്ട്, പണിയില്ലേ മമ്മിക്ക്? നിൽക്ക, അല്ലാതെ പെട്ടി കയറില്ല. കാല് കൊടുക്കട്ടെ, ബാ അവിടെ കൊടുക്കട്ടെ, ബാ ഇരിക്കെ മീ തോർത്തെടുക്കട്ടെ. കൈതാ ഇപ്പുറത്ത് തന്നേ. അങ്ങനെ എപ്പോഴും പോയി കഴിഞ്ഞാൽ മമ്മിക്ക് പണിയല്ലേ പൊന്നോ, തുടച്ച് കയറ്റാൻ. എപ്പോഴും പോയാൽ എപ്പോഴും തുടച്ച് കയറ്റണം, പണി വരുത്തരുത് മമ്മിക്ക്. ചാറ് പണി കഴിഞ്ഞു, ചാറൊക്കെ താളിച്ചിട്ടു. ഇതിവിടെ അടച്ചിവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബീൻസ് തോരൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബീൻസ് തോരനുള്ളതുമായി കേട്ടോ. അപ്പോൾ ആ ചീനച്ചട്ടിയെ ഞാൻ കഴുകി എടുത്തു, കാരണം ഇന്ന് കുറേ പണികളൊക്കെ ഇല്ലേ. അപ്പോൾ 2-3 ചീനച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദീപക്കിനും പണി വരും. ഈ ചീനച്ചട്ടീനെ ഞാൻ അങ്ങോട്ട് കഴുകി ഇട്ടിട്ട് ബീൻസ് തോരനായി. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ, അതൊക്കെ മതി. പിന്നെ ഇനി 2-3 റൊട്ടി ഉണ്ടാക്കണം. റൊട്ടിക്കൊരു കറി മോന് കൊണ്ടുപോകാൻ ഉണ്ടാക്കണം. അത് വല്ല ടൊമാറ്റോയോ ഉരുളക്കിഴങ്ങോ ചട്നിയോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം അവന് കേട്ടോ. അതുകൊണ്ട് ടിഫിന് കൊണ്ടുപോകാനാണ്. അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ. ബീൻസ് ഞാൻ ചെറു തീരെ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ആവിയിലിരുന്ന് വെന്തോളും. ഇത് ഒരു നേരത്തെ ഉച്ചയ്ക്ക് മാത്രം കൊടുക്കാനാണ്. ചോറിൻ്റെ കൂടെ അരിയുടെ കൂടെ ഇട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെജൊന്നും ഇടുന്നില്ല, അവന് ചിക്കൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അവൻ്റെ ചിക്കൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ കുറേ നേരമായി നോക്കുന്നു വെജാണോ ചിക്കനാണോ. അവന് ചിക്കനാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഞാൻ ആഴ്ചയിൽ 3-4 ദിവസം വെജിറ്റോടും കൊടുക്കും. നല്ല സ്വീറ്റ് പൊട്ടറ്റോ, മത്തങ്ങ, മിനിങ്ങാന്ന് മത്തങ്ങ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, മോനെ ജ്യൂസും കഴിച്ചിട്ട് കുളിക്കാൻ പോയി കേട്ടോ. അവൻ ജ്യൂസും കഴിച്ച് പോവും. രാവിലെ 11 മണിക്ക് ഇത് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു കറിയും കൂടെ ഉണ്ടാക്കി അവൻ വരുമ്പോഴത്തേക്ക് അവന് ടിഫിൻ കൊടുത്തേക്കണം. അപ്പോൾ ഈ ടിഫിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ റൊട്ടി ഉണ്ടാക്കുന്ന തവയിലാണ് കേട്ടോ. ഈ തവയിൽ ഇങ്ങനെ ചുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചുട്ടെടുക്കുന്നതാണ്. ചൂടായി. അപ്പോൾ ഈ തവയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ ഇത്തിരി ചീത്തയാവും കേട്ടോ, കാരണം ഈ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ വീണ് ഇച്ചിരി ചീത്തയാവും. പക്ഷെ ഞങ്ങളിങ്ങനെ കേട്ടോ എടുക്കുന്നത്, തവയിൽ എടുത്തിട്ട് ചുട്ടെടുക്കുന്നത്. ഞങ്ങൾ റൊട്ടിക്ക് എപ്പോഴും എണ്ണ ഇടാറില്ല കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്കിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇത് നല്ല പൊള്ളി കയറുക, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് ഞങ്ങൾ വർഷങ്ങളായിട്ട് രാത്രി റൊട്ടിയാണ് കേട്ടോ. ഞങ്ങൾ ഒരു നേരത്തെ ഊണ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു നേരത്തെ റൈസാണ് കഴിക്കുന്നത്. ഇത് കണ്ടോ പൊള്ളി കയറുന്ന. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും, കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവനെയും കൂടെ വെട്ട് കഴിഞ്ഞാൽ സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ മോള്
2-3 ദിവസം മീറ്റിങ്ങിന് പോയിട്ട് വീട്ടിൽ നേരത്തെ വരുന്നുണ്ട്. അവൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ പൊള്ളി കയറും. ഇവനപ്പം 11 മണിക്ക് ഇത് കഴിച്ചോളും കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ചുട്ടാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെക്കും. പിന്നെയും അടുത്തത് ഇടും. അപ്പോൾ ഇത് പൊള്ളി കയറുന്ന കണ്ടോ, പപ്പടം പോലെ പൊള്ളി കയറുന്ന കണ്ടോ പൊള്ളി കയറുക. അപ്പോൾ ഒന്ന് ഇതിങ്ങനെ വന്ന് ഞാൻ പൊക്കി തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ 4 സൈഡും വേഗം വച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചുട്ടെടുത്തിട്ട് ഞാനൊരു കാസറോളിൽ തുണി വെച്ചിട്ട് അതിലാണ് ഇടുന്നത്. എന്നിട്ട് കെട്ടി വെക്കും. അതുപോലെ തന്നെ എല്ലാം എടുക്കുന്നത് കണ്ടോ, പൊള്ളി കയറുന്ന കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വന്ന് ഞാൻ പൊക്കി തിരിച്ചിട്ട് കൊടുക്കും. അപ്പം ഞങ്ങളിങ്ങനെ തവയിൽ വെച്ച് ചുട്ടാണ് എടുക്കുന്നത്. അപ്പം കണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ ഈ കാസറോളിൽ ഇത് കണ്ടോ, കാസറോളിൽ ഞാനൊരു ഈ തുണി ഉണ്ടല്ലോ പുറത്തുനിന്ന് കിട്ടും കേട്ടോ. ഇവിടെ പൂജാ കടയിലൊക്കെ കിട്ടും. അത് പറയണം, റൊട്ടി പൊതിഞ്ഞ് വെക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ചെറിയ തുണികൾ കിട്ടും. എന്നിട്ട് ഇതെങ്ങനെ അടച്ച് നമ്മൾ സ്റ്റീൽ പേപ്പർ വെച്ചും ചെയ്യാം. ഞാൻ ചില സമയം സ്റ്റീൽ പേപ്പർ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, സ്റ്റീൽ റോൾ പേപ്പറൊക്കെ. അത് അടച്ച് വെച്ചിട്ട് മോനിപ്പോൾ അത് കെട്ടിക്കൊടുക്കും കേട്ടോ. ആയി ചാറ് കറിയായി. പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. പപ്പടം എടുത്ത് മലയാളി കടയിൽ പോയപ്പോൾ മേടിച്ചതായിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് സാധനം അടച്ച് വെക്കണം, പെട്ടെന്ന് മാറ്റി നമ്മൾ ചീനച്ചട്ടിയിൽ നിന്നൊക്കെ മാറ്റി അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതേ പപ്പടം ഞാൻ സമയത്തെ ഇനി വറക്കുള്ളൂ. മോനെ വിട്ടതിന് ശേഷം, മോന് റൊട്ടിയും ഒക്കെ കൊടുത്ത് വിട്ടതിന് ശേഷം ഇനി വറക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പണി എന്താണെന്നല്ലേ, ഒരു പച്ചക്കറിക്കാരൻ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലാഭത്തിൽ തരും കേട്ടോ. അപ്പോൾ മുരിങ്ങയ്ക്ക ഉണ്ട് ഇവിടെ. എന്നിരുന്നാലും നമ്മുടെ പുള്ളിക്കാരൻ മുരിങ്ങയ്ക്ക മേടിച്ചു, ക്യാരറ്റ് ഇവിടെ ഉണ്ട്. ഞായറാഴ്ച മേടിച്ചതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കഴുകി വെച്ചതൊക്കെ. പീച്ചിങ്ങ മേടിച്ചു, ഇത് കണ്ടില്ലേ, പീച്ചിങ്ങയൊക്കെ മേടിച്ചു. കാരണം പുള്ളിയെ നാളെ ഒന്ന് ഒറീസയിൽ പോവുകയാണേ. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ 8-ാം തീയതി വൈകുന്നേരം രാത്രിയൊക്കെ എത്തുള്ളൂ. അപ്പോൾ പച്ചക്കറി അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരും മേടിക്കാൻ പോകണ്ട. ഈ തിരക്കിൻ്റെ ഇടയിൽ മോനെ ഇട്ടിട്ട് മേടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ മേടിച്ച് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പീച്ചിങ്ങ, ക്യാരറ്റ്, ഇതെല്ലാം ഇനി കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതന്നെ പണി കേട്ടോ. പിന്നെ കായൊക്കെ ഇവിടെ ഉള്ള സാധനമോ, എന്നിരുന്നാലും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ചൊരക്ക, പിന്നെ മത്തങ്ങ ഇന്നലത്തേൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. എന്നിരുന്നാലും മത്തങ്ങ മേടിച്ചു, മോന് കൊടുക്കണമല്ലോ. മോനും എനിക്ക് മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പുള്ളിക്കാരന് മത്തങ്ങ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ സീസണൊക്കെ കഴിയാറായി. ഇവിടെ ചൂട് വന്നല്ലോ, ഇപ്പം ഇച്ചിരി വില കൂടി. എന്നാലും 2 മേടിച്ചു. അപ്പോൾ ഇതെല്ലാം ഇനി വെള്ളത്തിൽ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കണം. കായ പുള്ളി മേടിച്ചതേ, ഇതൊരു പാളയംതോടൻ പഴത്തിൻ്റെ കായാണെന്ന് തോന്നുന്നു. നാടൻ കായായിട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇനി പച്ചക്കറിക്ക് നീ പുറത്തേക്ക് ഇറങ്ങണ്ട മോനെ ഇട്ടിട്ടെന്നും പറഞ്ഞോണ്ട്. അപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി 3-4 ദിവസം വരൂല. ഇവിടെ നിറച്ചും പച്ചക്കറിക്കാരനാണ്. പക്ഷേ ഈ പച്ചക്കറിക്കാരൻ ഞങ്ങൾക്ക് ഇത്തിരി ലാഭത്തിൽ തരും കേട്ടോ. ഇതിപ്പോൾ അയാളുടെ വീട്ടിലെ കായൊക്കെയാണ്. മത്തങ്ങയൊക്കെ നല്ല ലാഭത്തിൽ തരും. ഇവിടെ മത്തങ്ങയൊക്കെ ഉണ്ട്, എന്നിരുന്നാലും വാങ്ങി. അപ്പോൾ ഞായറാഴ്ച അത്ര കുറച്ച് മേടിച്ചാൽ മതിയല്ലോ പച്ചക്കറി എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഇതൊക്കെയാണ് പണി കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ കഴുകി വെക്കാൻ. മോൻ്റെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം കഴുകാൻ നിൽക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് തുണികൾ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് വിരിച്ചിട്ട് വരട്ടെ. പാചകത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ പൂജാപാത്രങ്ങളൊക്കെ ഒന്നൊന്ന് കഴുകി ഇവിടെ കൊണ്ടൊന്ന് വച്ചു കേട്ടോ. കാരണം പൂജാപാത്രങ്ങൾ നമ്മൾ കഴുകിയിട്ട് നല്ല തുണി കൊണ്ട് തുടച്ച്, അതിന് തുണി പ്രത്യേകമുണ്ട്, തുടച്ച് നമ്മൾ ഉണങ്ങാൻ വെക്കണം. അല്ലെങ്കിൽ പിത്തള പാത്രങ്ങളല്ലേ, ഇതൊക്കെ ചീത്തയായി പോകും കേട്ടോ. ഇത് കണ്ടോ, ഇത് ശംഖാണ് കേട്ടോ. ശംഖ് ഒരുപാട് ഇവിടെ ഉണ്ട്. നമ്മൾ വെള്ളം വെക്കുന്ന ശംഖ് ഇതാണ്. അപ്പോൾ പിന്നെ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മഹാലക്ഷ്മി വലിയ പൂജയ്ക്ക് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ദർപ്പ് പൂവ് എല്ലാം മേടിച്ചു. ഇനി മോളിൽ നിന്ന് പതിവ് പോലെ എൻ്റെ തുളസി ഇലകളും എല്ലാം എടുക്കണം. അപ്പോൾ പണി ഒരു പകുതി ഒതുക്കി വെച്ചിട്ട് പോയിട്ടാണ് ഞാൻ മോളിൽ നിന്ന് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പൂജ ചെയ്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നു ഇതും ചെയ്തു കേട്ടോ. പൂജയ്ക്കുള്ള തയ്യാറെടുപ്പ്. ഇത് മോൻ്റെ പാത്രമാണ്. അപ്പോൾ ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 വെള്ളം കൊഴിച്ച് കൊടുക്കും. ഈ പാത്രം ഞങ്ങൾ ചിലപ്പോൾ വണ്ടിയിൽ കാറിൽ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. അവന് ഭക്ഷണം കൊടുക്കും.
അപ്പോൾ നമ്മുടെ പെറ്റിനായിരുന്നാലും പാത്രങ്ങൾ നല്ലവണ്ണം കഴുകിയിട്ട് ഇത് കണ്ടോ, ഞാൻ ബോട്ടിലെ വെള്ളം തന്നെ എടുത്തു കൊടുക്കണം. ശുദ്ധമായ വെള്ളം വേണം അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ പാത്രങ്ങൾ അപ്പോൾ കഴുകണം, അവർ കുടിക്കും തോറും കഴുകണം കേട്ടോ. കഴുകിയിട്ട് ശുദ്ധവെള്ളം വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരുവേ. അവർക്ക് ഇതിൻ്റെ മുകളിൽ എന്തിനാണ് വെക്കുന്നത്, ഇവനെ കുടിച്ചു കഴിയുമ്പോൾ താഴെ വെള്ളം വീഴുമ്പോൾ ഉണ്ടെന്ന് അറിയാമോ, ഇത് ടൈൽസ് അല്ലേ, ടൈൽസിലേക്ക് വീഴുമ്പോൾ തെന്നി അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാറ്റ് വെച്ചിട്ട്, ഇത് നല്ല മാറ്റ് അതിന് വേണ്ടി വച്ചേക്കണം കേട്ടോ. ഇതിൻ്റെ പുറത്ത് വെള്ളം വെച്ചാൽ ഇതിൻ്റെ പുറത്തെ വെള്ളം വീഴുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടൊക്കെ കൊടുക്കണം. ഭക്ഷണം കൊടുത്തിരുന്നാലും അതൊക്കെ നല്ലതായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരുമല്ലോ. അപ്പോൾ ഞാനെപ്പോഴും അവൻ്റെ പാത്രങ്ങൾ ഞാനും അവൻ്റെ ഡാഡി കഴുകി വെക്കും കേട്ടോ, വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ. അപ്പോൾ ഈ ചൂടല്ലേ, എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ഒരു 5 ലിറ്റർ വെള്ളം എങ്ങനെയും കുടിക്കും. ചൂടത്തും തണുപ്പത്തും ഭയങ്കര വെള്ളം കുടിക്കുന്നവനായിട്ടോ. അപ്പോൾ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പാത്രങ്ങൾ കഴുകി ഞാൻ പിന്നെയും വെച്ചു കൊടുക്കും, അങ്ങനെ കേട്ടോ. ഈ പാത്രം രാത്രി ബെഡ്റൂമിലേക്ക് വെക്കും, അവന് രാത്രിയും വെള്ളം വേണ്ടിയിരിക്കും, അതുകൊണ്ടാണ്. പണി നമ്മുടെ ബോട്ടിലുകളൊക്കെ കാലിയായി കേട്ടോ, ഇനിയും ഉണ്ട്. ചൂടല്ലേ, അപ്പോൾ പെട്ടെന്ന് കാലിയാവേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡെയിലി ഞാൻ കഴുകും കേട്ടോ. ബോട്ടിലുകൾ ഡെയിലി കഴുകിയിട്ടാണ് ഞാൻ നമ്മുടെ അക്വഗാർഡിൽ വെള്ളം പിടിച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കഴുകലാണ് അടുത്ത പണി. തുണി മിഷ്യയിൽ കിടക്കുന്നു, ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം കഴുകട്ടെ. ഇത്രയും ബോട്ടിലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി കഴുകുന്നതാട്ടോ, ഡെയിലി കഴുകി വെള്ളം വെക്കും. കാരണം നമ്മൾ പാത്രത്തിൽ വെള്ളം പിടിച്ച് വെക്കാറില്ല, നമ്മൾ പിടിച്ച് വെക്കുന്നത് ബോട്ടിലുകളിലാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് അക്വഗാർഡിൽ വെള്ളം പിടിച്ച് വെക്കണം. അപ്പോൾ ഈ ബോട്ടിലെല്ലാം ഒന്ന് സോപ്പിട്ട് കഴുകി ഡെയിലി കഴുകും കേട്ടോ. ഇന്ന് മാത്രമല്ല, പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ കുറേ ബോട്ടിലുകളങ്ങ് കാലിയായി കേട്ടോ. കാരണം ചൂടല്ലേ, ഇപ്പോൾ പടപട വെള്ളം കുടിച്ചോളും എല്ലാവരും. ഇങ്ങനെ ഒരു 20 ലിറ്റർ വെള്ളം ബോട്ടിൽ ഉണ്ട്. ഇത് മാത്രമല്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ബോട്ടിലുകൾ എത്രയും നിറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് കേട്ടോ. നിറച്ച് വെള്ളം ബോട്ടിലുകൾ കഴുകി ഞാൻ നിറച്ച് വെച്ചിരിക്കുന്ന ഗാലറി ഒന്ന് കാണിച്ചു തരാം. ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കാറില്ല, ഫ്രിഡ്ജിൽ വെക്കുന്ന ബോട്ടിലുകൾ ഇനി വേറെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഏതാണെന്ന്. ഫ്രിഡ്ജിൽ നമ്മൾ കാച്ചിൻ്റെ ബോട്ടിലെന്ന് പറഞ്ഞാൽ കുപ്പി ബോട്ടിലേ വെക്കുള്ളേ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. മൊബൈലിൽ വെള്ളം കയറി ആകെ ഒരു ചെറിയ മൊബൈലായിട്ടോ, അതിലാണ് ഞാൻ ഈ വീഡിയോയും എല്ലാം എടുക്കുന്നത്. ഇടയ്ക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ വെള്ളം വെക്കുന്ന ഗാലറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ദേ കുപ്പികളിൽ വെള്ളം കഴുകി ഞാൻ ഇന്നലെ രാത്രിയെ നിറച്ച് വച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വച്ചിട്ടുണ്ട്. ഇവിടെയും 2 ബോട്ടിലുണ്ട്. ഇനി ബാക്കിയും കൂടെ ഞാനിത് നിറച്ച് വെക്കും കേട്ടോ. അങ്ങനെയാണേ. ഈ ബോട്ടിലിൽ നമ്മൾ ഇതുപോലത്തെ കാച്ചിൻ്റെ ബോട്ടിലിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ. അത് ഞാൻ ഇന്നലെ കഴുകിയെടുത്ത് നിറച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ നമ്മുടെ പുള്ളിക്കാരൻ പുറത്തേക്ക് എടുത്തു. ഷീറ്റ് മാറിത്താ മാമിക്ക്. ഷീറ്റ് മാറാതെ ഇരിക്കാൻ. എടാ, ഷീറ്റൊക്കെ മാറ്റട്ടെ എന്നതേ മാമി കൊണ്ടൊന്ന് കഴുകട്ടെ. കഴുകി പെട്ടെന്ന് ഉണക്കട്ടെ മമ്മ. വിട് എണീറ്റേ പൊന്നോ, ഷീറ്റ് മാറ്റട്ടെ മമ്മ. എന്നിട്ട് വേറെ വിരിച്ചു തരാം. എന്നിട്ട് പൊന്നി കിടന്നോ. താഴെ ഇരിക്ക്. കണ്ടോ, അതങ്ങനെയാണ്. അവന് ഷീറ്റ് മാറണത്, ഷീറ്റ് വിരിക്കുമ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. കുറേ പണികൾ ഒതുക്കി. ഇനി അടുക്കളയൊക്കെ തുടക്കാനല്ലേ, ഒന്ന് തുറന്നൊക്കെ ഇടട്ടെ. നമ്മുടെ പുള്ളി പ്രത്യേകം പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഷീറ്റ് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ അദ്ദേഹത്തിന്. എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് ഷീറ്റ് മാറുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഷീറ്റൊക്കെ ഒന്ന് ഇടട്ടെ, വിരിക്കട്ടെ പൊന്നുവേ. അമ്മ ഷീറ്റ് വിരിക്കട്ടെ, എന്നിട്ട് കയറാം. ഷീറ്റ് വിരിച്ചിട്ട് മോനെ ഇരിക്കാം. നമ്മുടെ പൊന്നല്ലേ. കണ്ടോ അനുസരണയില്ലാത്ത, കണ്ടോ വിരിക്കാൻ സമ്മതിക്കാതെ ഷീറ്റിൽ പിടിച്ച് കിടക്കുന്നത് നോക്കൂ. കണ്ടോ, വിരിക്കണ്ടെന്നാണ്. വിരിക്കട്ടെ, നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നിന് സുഖമായിട്ട് കിടക്കണേ. അച്ഛ പറഞ്ഞിട്ട് പോയത് വേണ്ട, ഷീറ്റ് മാറ്റാൻ പറഞ്ഞിട്ട് പോയത് വേണ്ട. പൊന്നാ, പറഞ്ഞാൽ കേൾക്കുക, അനുസരിക്ക്. ഷീറ്റ് മാറണ്ടേ പൊന്നു. പൊന്നു, നമ്മുടെ പൊന്നു ഗുഡ് ബോയ് അല്ലേ. മമ്മി വിരിച്ചിട്ട് കിടക്കാം. അമ്മയുടെ പൊന്നല്ലേ. മമ്മ ബോൾ തരാം. ബോൾ തരാടാ. എടാ മമ്മി വിഷമിപ്പിക്കല്ലേടാ. എന്തോരം പണിയുണ്ട് മമ്മിക്ക് ഷീറ്റ് വിരിച്ച്. ഇത് കണ്ടോ ഫ്രണ്ട്സ്,
ഇത് കണ്ടോ, ഷീറ്റ് വിരിക്കാൻ സമ്മതിക്കാത്തത് കണ്ടില്ലേ? പിന്നെ വില്ലത്തരം ഉണ്ട് കേട്ടോ, ഇടക്കിടക്കൊരു കുസൃതിയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നതാണ്, കണ്ടോ, ലൈവായിട്ട് കണ്ടോളൂ. കണ്ടോ, ഷീറ്റ് വിരിക്കാതിരിക്കാൻ അവൻ ആ കൈ കൊണ്ടൊന്ന് ഇവിടെ വച്ച് പിടിച്ച് കിടക്കുന്നു, നീങ്ങി വന്ന് കിടക്കുന്നു. ഗുഡ് ബോയ് എവിടെ? മമ്മിയുടെ ഗുഡ് ബോയ്. ഷീറ്റ് വിരിച്ചാലേ പൊന്നിന് അച്ഛ വഴക്ക് പറയും. ഷീറ്റ് വിരിച്ചില്ലെങ്കിൽ അച്ഛ വഴക്ക് പറയുന്നത് കേൾക്കണോ നിനക്ക്? കേൾക്കണോ? ദീപമേ പൊന്ന, അവിടെ നിന്ന് എണീറ്റ്. ദേ ബോൾ തരാം, മമ്മയുടെ പൊന്നല്ലേ, അവിടെ നിന്ന് എണീറ്റ്. മമ്മ വിരിക്കട്ടെ പൊന്ന, അമ്മയുടെ പൊന്നല്ലേ, വിരിക്കട്ടെ പൊന്ന. ഇങ്ങോട്ട് തന്നേടാ ഇങ്ങോട്ട് വിരിക്കട്ടെ മമ്മ. മോനെ ഇവിടെ ഇരിക്കുക, തൽക്കാലം ഇരിക്കും. മമ്മി വിരിച്ചിട്ട് കിടക്കാം, പൊന്നിന് കിടക്കാം കേട്ടാ. നമ്മുടെ പൊന്നല്ലേ, നല്ല ബോയല്ലേ, ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ്. എവിടെ നോക്കട്ടെ, അമ്മ വിരിച്ചിട്ട് കിടക്കാം. എല്ലാവരും നോട്ടി ബോയ് എന്ന് പറയും പൊന്നിനെ. അനുസരണയിലായിരുന്നു അന്ന്. ഓട്ടം നോക്കൂ, കുനിഞ്ഞ് തല കുനിച്ചിട്ടിരുന്നുള്ള നോട്ടം കണ്ടില്ലേ? അങ്ങനെ പറയണോ? എല്ലാവരും നോട്ടി ബോയ് എന്ന് പറയണോ പൊന്നിനെ? നല്ല കുട്ടി എന്ന് പറയണ്ടേ? അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് അനുസരിക്കണ്ടേ പൊന്നാ? ആ നല്ല മോനാണ്, നല്ല മോനെന്ന് പറയും കേട്ടോ. വാ മമ്മി, ഇത് വിരിച്ചിട്ട് പൊന്നി കിടക്കാം. വാ നമ്മുടെ പൊന്ന്, വാ ഇവിടെ വാ. വെരി ഗുഡ്. അവിടെ കിടക്ക. എടാ കള്ളക്കുട്ട, ഇത് കണ്ടോ? എടാ കള്ളക്കുട്ട, എണീക്കടാ വാ. മമ്മി ബോള് തരാം. അതേ എവിടെ ബോണവിടെ, മോൻ്റെ ബോണെന്തേ? വന്നേ, വിരിക്കട്ടെ മമ്മ. വാ എടുത്തോണ്ട് വന്നേ, ഞാൻ ബോൾ എടുത്തോണ്ട് വന്നേ. ക്യാരറ്റൊക്കെ എന്തേ പൊന്നിൻ്റെ ക്യാരറ്റ്? ദേ അവിടെ ബുള്ളറ്റ് വന്നോ നോക്കി, ഗേറ്റിൻ്റെ അവിടെ ബുള്ളറ്റ് അവിടെ. ആ ചേട്ടൻ വിളിക്കുന്ന പൊന്നോ, എണീറ്റേ കള്ളക്കുട്ട. ആ ബോൾ എടുത്ത് മാറ്റാം. ആ ബോൾ എടുത്തിരുന്നാലും അവൻ ഇവിടെ തന്നെ വരും കേട്ടോ. കണ്ടോ, വാശിയാണ് ആ വിരിക്കണ്ടെന്ന്. ഇത് ബോളാണ്. എന്നാ പോക്കോ, ഓടിപ്പോക്കോ. പോയി കളിക്ക്, മമ്മി വരാം. ബോൾ കളി കണ്ടോ? കഴിഞ്ഞു. ഇനി അവിടെ ഇരുന്നോ, വിരിച്ചു കഴിഞ്ഞേ. ഇത് പൊന്നിൻ്റെ പില്ലോ കേട്ടോ, പൊന്നിൻ്റെ പില്ലോ. ഇത് കുഞ്ഞിൻ്റെ പില്ലോ. കുഞ്ഞിൻ്റെ പില്ലോ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കിടന്നോണം അതിൽ. അവിടെ ഇരിക്കും. തരാം ക്യാരറ്റൊക്കെ തരാം. ക്യാരറ്റ്, ബോണ്. ഇനി ചെറിയ ബോണുണ്ട്, എല്ലാം ഉണ്ട്. ബോള്, എന്തോരം ബോളുകളാണ്. എന്നാ ഇവിടെ ഇരുന്നോണ്ട് കളിച്ചേ. എന്നാ വേറൊരു ബോണ്. ഇനി ഈ ചുവന്ന ബോണ് പോലെ ഒരു ചെറിയ ബോണുണ്ട്. എന്നാ നീല ബോള്, പൊന്നിൻ്റെ നീല ബോൾ അവിടെ. പൊന്നിൻ്റെ ചുവന്ന ബോൾ എന്ത് ഇരിക്കണേ? എത്ര ബോളാ പൊന്നിന്? പിന്നത്തെ ചുവന്ന ബോള്, മോൻ്റെ ഈ ബോള്, നീല ബോള്, ഈ ബോള്. എന്തോരം സാധനങ്ങളാണ് മോന് കളിച്ചോണ്ടിരുന്നേ ഇവിടെ, കണ്ടില്ലേ? ഇനി ചെറിയ ബോണ് ഇവിടെ, ചെറിയ ബോണ് കട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്നു. അതിനി കഴുകണം. കണ്ടോ, ഇതൊക്കെ വെച്ച് ഇവിടെ കളിച്ചോണ്ടിരുന്നു കേട്ടോ. വെയിലത്ത് വരാൻ നിൽക്കരുതേ. അമ്മി തുണിയൊക്കെ വിരിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇവൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ്? സത്യമായിട്ട് റിയലായിട്ട് പറഞ്ഞാൽ എന്നും ഓരോ കണ്ടൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ ഒരുപാട് കണ്ടൻറ്റൊന്നും ഇവൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല്ലെന്നാണ്. അപ്പോൾ കിട്ടുന്ന കണ്ടൻറ്റ് ഞാൻ ഇവനിൽ നിന്ന് എടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ ദിനചര്യകളും നമ്മുടെ ചെറിയ ചെറിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇവന് ഇനി ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെ വീട്ടിൽ 3 അപ്പൂപ്പന്മാരാണ് കേട്ടോ. അപ്പോൾ അവരത്ര കോപ്പറേറ്റീവ് അല്ല ഇവനോട് കേട്ടോ. എന്തെങ്കിലും ഒരപ്പൂപ്പൻ എന്തെങ്കിലും കണ്ട് ചിരിച്ച് അല്ലെങ്കിൽ മിണ്ടും വിളിക്കും. അവരത്ര അധികം ഇവനോട് മിണ്ടൂലേ. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ അമ്മയും അച്ഛനും അമ്മൂമ്മയൊക്കെ മിണ്ടുമായിരുന്നു. വയസ്സായ അമ്മൂമ്മയായിരുന്നേ. അപ്പോൾ ഇവർ നമ്മുടെ വീടിൻ്റെ റോഡ് ക്രോസ് ചെയ്തിട്ട് 5th ഫ്ലോറിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു 7th ഫ്ലോർ ഫ്ലാറ്റുണ്ട്. അവിടെ 5th ഫ്ലോറിലാണ്. അപ്പോൾ ലിഫ്റ്റൊക്കെ ആയിട്ട് വേണം പോകാൻ. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഇവൻ അവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റി ഇത്രയും വലിയ പെറ്റിനെ അങ്ങോട്ട് അകത്തേക്ക് കടത്തുന്നില്ല. അവിടെ ഉള്ള പെറ്റിനെ അവർ കടത്തും, നമ്മൾ പുറമേ ഉള്ള പെറ്റിനെ അവർ കടത്തുന്നില്ല. അവിടുത്തെ ഫ്ലാറ്റുകാരുടെ പെറ്റിനെ ആണെങ്കിൽ അവർ കടത്തും, അല്ലാത്ത കടത്തൂല കേട്ടോ. ഗേറ്റിൻ്റെ മുമ്പിലേ നിൽക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ രാവിലെ അവരുടെ അച്ഛനും അമ്മയും രാവിലെ 8:30 ജോലിക്ക് പോയിട്ട് രാത്രി 8 മണിക്കൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഞായറാഴ്ചയുള്ളൂ, അന്നേരം അവർ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ അച്ഛനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇവൻ്റെ കാര്യവും ബുള്ളറ്റിൻ്റെ കാര്യമൊക്കെ ചോദിക്കും കേട്ടോ. ഒരിടയ്ക്ക് ബുള്ളറ്റ് പുതിയ ഫ്ലാറ്റിൽ പോയപ്പോൾ ജനൽ വഴി മിസ്സായിപ്പോയി കേട്ടോ. പിന്നെ അവളെ അച്ഛൻ എവിടെയൊക്കെ ചുറ്റിപ്പിടിച്ച് അതിനെ എടുത്തുകൊണ്ട് വന്ന് അതിനെ കെട്ടിയിട്ടേക്കണം. അപ്പം നമ്മൾ ക്യാറ്റിനെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏഷ്യൻ ക്യാറ്റൊക്കെ മേടിക്കാം. അപ്പോൾ പക്ഷേ അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനൽ വഴിയൊക്കെ ഇങ്ങനെയൊക്കെ പോവും കേട്ടോ. പോയി കഴിഞ്ഞാൽ ക്യാറ്റ് എപ്പോഴും കിട്ടൻസ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇരിക്കില്ല. അവർ ഈ ജനൽ വഴിയൊക്കെ ഓടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും രാവിലെ പോകുന്നില്ല, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അതിന് ഓരോരുത്തരുടെ ഫ്ലാറ്റിൻ്റെ ഇടയിൽ എനിക്ക് കിറ്റൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നല്ല ഇനത്തിലുള്ളത് മേടിച്ച് തരും മക്കൾ. പക്ഷേ ഇതാണ് ഒരു കാര്യം, ഇപ്പോൾ പപ്പി മേടിച്ച് തരാമെന്ന് മോൻ പറഞ്ഞിട്ടുണ്ട്. ഇവനൊരു കൂട്ടായിട്ട് ഒരു പപ്പി മേടിച്ച് തരാമെന്ന്. പക്ഷേ ആക്ച്വലി പപ്പി മേടിക്കാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ വീട് താഴത്തെ ഫ്ലാറ്റ് റിപ്പയറിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് ഒരുപാട് റിപ്പയറിങ്, പഴയ വീടാണ്, അപ്പോൾ ഒരുപാട് റിപ്പയറിങ് ഉള്ള ഫ്ലാറ്റാണ് അത്. 7 മാസം എങ്ങനെയും ചലിക്കും. അതിൻ്റെ വാതിലുകളും നമ്മൾ എല്ലാം നമ്മൾ അതിൻ്റെ ഫ്രെയിം വരെ മാറ്റണം താഴത്തെ. അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ 7 മാസം എങ്ങനെയും പിടിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം. ഇവനൊരു കൂട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി താഴെ മൊത്തം മേസ്തിരി മഴ, ഇപ്പോൾ അവർ താഴെ മോളും ഒക്കെ നടക്കും. ഇനിയിപ്പോൾ മെയിൻ ഡോർ ഇവിടുത്തെ തുറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലൈവേഴ്സിനൊക്കെ പേടിയാവും. അപ്പോൾ അവനെ നമുക്ക് ഈ ഫ്ലാറ്റിലിട്ടിട്ട് ഈ വാതിലടച്ചിട്ട് എനിക്ക് ചെന്ന് നോക്കാൻ പറ്റുള്ളൂ ലൈവേഴ്സിനെയൊക്കെ. കാരണം നമുക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ, മുകളിലത്തെ ആണെങ്കിൽ താഴത്തെ ഫ്ലാറ്റിലാണെങ്കിൽ ഇവരെ കാണാം നമുക്ക് ലൈവേഴ്സിനെയൊക്കെ. ഇതിപ്പോൾ ഞാൻ മുകളിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം എല്ലാം. പിന്നെ ഇപ്പോൾ സാധനങ്ങൾ അവിടെ കുറേ ഉണ്ട്, അത് പറക്കണം. അതൊക്കെ പാക്ക് ചെയ്യാൻ ഞാൻ ഗാർട്ടൻസ് കൊണ്ടുവന്ന് വെച്ചേക്കണം. നമ്മൾ നാളെ തൊട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ വിഷു തൊട്ട് മേടം തൊട്ട് അത് മേടത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന കേട്ടോ. അടുക്കളയൊക്കെ വലുതാക്കണം. പിന്നെ ബാത്റൂമിൻ്റെ മാർബിളൊക്കെ പൊട്ടിച്ച് പുതിയ മാർബിൾ, അതായത് മതിലിലെ മാർബിളും ഒക്കെ പൊട്ടിച്ച് ഒരുപാട് പണികളുള്ള വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ്റെ കൂട്ടത്തിന് ഒരു പപ്പിയെ മേടിക്കാം. ഇപ്പോൾ രണ്ടുപേരെയും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മളെ ഫ്ലാറ്റിൻ്റെ അകത്ത് തന്നെ ഇട്ട് വളർത്തുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പോയിട്ട് വരുമ്പോൾ അവൻ്റെ കൈ തുടച്ചു കൊടുക്കണം, കാല് തുടച്ചു കൊടുക്കണം, മൂത്രം ഒഴിച്ചാൽ കഴുകി കൊടുക്കണം, അപ്പിയിട്ടാൽ തുടച്ചു കൊടുക്കണം, ടിഷ്യൂ പേപ്പറിട്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു പപ്പിയും കൊണ്ട് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അത്രയും പണി വരും. അപ്പോൾ ഈ വീടിൻ്റെ പണിയുടെ ഇടയിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ദീപക്ക് കുറച്ച് സമയമല്ലേ നിൽക്കുള്ളൂ. ദീപക്കിന് എൻ്റെ വീടല്ലാതെ ഒരു 5-6 വീടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ പോയി എനിക്ക് എപ്പോഴും, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പണി തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ തന്നെ ചെന്ന് നോക്കുകയും പിടിക്കുകയും അവർക്ക് ചായയും കാര്യങ്ങളും എപ്പോഴെപ്പോഴും നോക്കണം, ഇല്ലെങ്കിൽ പണികളൊക്കെ ഉൾട്ടാ പുൾട്ടാ ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോൾ ആ ഒരു സന്ദർഭമായതുകൊണ്ട് ഒരു 7 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ പപ്പിയെ മേടിക്കാം കേട്ടോ. മേടിച്ച് ഇവനൊരു കൂട്ടാവും. കിട്ടൻസ് മേടിച്ച ഇതാണ്. ഈ ജനലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ പോയി നിന്നാൽ എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെന്ന് നമുക്ക് കയറണ്ടേ, എല്ലായിടത്തും കയറി പിന്നെ ഡെയിലി ഓരോരുത്തരെ വിളിക്കേണ്ടിയിരിക്കും, ഒന്ന് എടുത്തു തരാമോ എന്ന്. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ ജനലിൽ കൂടെയൊക്കെ, കിച്ചൻ്റെ ജനലിൽ കൂടെ അപ്പുറത്തൊക്കെ ലെഫ്റ്റും റൈറ്റും സൗത്തും ഈസ്റ്റും ഒക്കെ ഫ്ലാറ്റുകളാണ് ഇവിടെ. അപ്പോൾ ഇതങ്ങനെ അവിടെ ഫ്ലാറ്റുകളിലൊക്കെ പോയിരുന്നാൽ ഭയങ്കര അതുകൊണ്ട് കിട്ടൻസിനെ മേടിക്കാൻ നമ്മുടെ മടി കാണിക്കും, നല്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ കെട്ടിയിടണം. ക്യാറ്റെന്ന് പറയുമ്പോൾ കുഞ്ഞു ജീവിയല്ല, അതിനൊക്കെ കെട്ടിയിടണം എന്ന് പറഞ്ഞ മഹാഭാവം. ഇവനെ തന്നെ ഞങ്ങൾ കെട്ടി, ഇവന് അങ്ങനെ കൂടോ ഒന്നുമില്ല, നമ്മൾ തുറന്നഴിച്ചു വിടണം. അവരുടെ ഫ്രീഡത്തിന് ജീവിക്കണം, അവർ ജീവിക്കുന്നിടത്തോളം അവരുടെ ഫ്രീഡത്തിൽ ജീവിക്കട്ടെ. കെട്ടിയിട്ട് വളർത്തിയ ആ പാവം, നമ്മൾ ഒരു ഇത് പറയുന്നുണ്ട്, നമ്മൾ ക്യാറ്റിനെയും ഇതിനെയൊക്കെ വളർത്താം, പക്ഷെ കെട്ടിയിട്ട് വളർത്തിയ ആ പാവം ഭയങ്കര വലുതാണ് കേട്ടോ. അങ്ങനെ കെട്ടിയിടാൻ പാടില്ല. അപ്പോൾ അവരുടെ 2 റൂമാണെങ്കിൽ അതിൻ്റെ അകത്ത് അവർ ഫ്രീഡമായിട്ട് കിടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫിലോസഫി. അപ്പോൾ അതുകൊണ്ടാണ് മേടിക്കാത്ത കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് ഇവനൊരു കൂട്ടാവും. അപ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞു പപ്പീസിനെ മേടിക്കാം. അപ്പോൾ മോനത് ഭയങ്കര വെയിലാണ്, രാവിലെ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. ഈ തണുത്ത കാറ്റൊക്കെ ഇപ്പോൾ ഈ ഹോളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും. അപ്പോൾ മോനിങ്ങനെ മോന് ഇടയ്ക്കുള്ള വില്ലൻ കണ്ടോ, വില്ലത്തരം നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്? ഇടയ്ക്ക് കണ്ടോ? ഇവൻ മിണ്ട പൂച്ച പോലെ ഇരിക്കും കേട്ടോ. ഇടയ്ക്കുള്ള വില്ലത്തരം കണ്ടോ? ഷീറ്റ് പിടിച്ച് വെച്ച് കിടക്കുന്നത് കണ്ടോ?
ഇടയ്ക്ക് ഇവന് ഇതുപോലത്തെ മൂശാട്ട സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടുത്ത് ഒന്നും ദേഷ്യത്തിൽ പറഞ്ഞാൽ നടക്കില്ല, എല്ലാം സ്നേഹത്തിൽ പറഞ്ഞാൽ നടക്കും. ഗുഡ് ബോയ് കഴിക്ക് എന്നൊക്കെ പറഞ്ഞാൽ കഴിക്ക്, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞാൽ മാറും. കണ്ടില്ലേ, അങ്ങനെയൊക്കെ സ്നേഹത്തിൽ പറഞ്ഞിരുന്നാലേ ഇവനെ എൻ്റെ അടുത്ത് കേൾക്കുള്ളൂ. അല്ലാതെ നമ്മൾ ദേഷ്യത്തിൽ ഇവനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ ഇവന് ഒന്നും കൂടെ വയലൻ്റ് ആവും കേട്ടോ. ഇവൻ്റെ സ്വഭാവം അങ്ങനെ ചെറുപ്പം മുതലേ. പിന്നെ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഒത്തിരി പണികൾ. ഇനി ആ ബോട്ടിലൊക്കെ ഞാൻ അക്വഗാർഡിൽ നിന്ന് വെള്ളം പിടിച്ച് വെക്കണം, ഇവൻ്റെ ചോറ് ഇവന് ഫുഡ് വാരി കൊടുക്കണം, എനിക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്. തുണികൾ ഒരു ട്രിപ്പ് ഇപ്പോൾ കൊണ്ടുപോയി വിരിക്കണം, രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പം മെഷീനിൽ ഇടണം. ഒത്തിരി പണികളുണ്ട് കേട്ടോ. പിന്നെ അടുക്കള തുടക്കണം, വിളക്ക് കത്തിക്കാൻ പോകുന്നു. ഇത് രാവിലെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് പാവം പിടിച്ച ഒരു യൂട്യൂബറാണ് കേട്ടോ ഞാൻ. അല്ലാതെ നമുക്കിവിടെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. ലോക്കൽ ബംഗാളീസാണ് ഇവിടെ എല്ലാവരും. ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യാനില്ല. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു, ഞാൻ തന്നെ തമിഴ്നയിൽ കൊടുക്കുന്നു. എൻ്റെ അറിയാമെന്നുള്ള രീതിയിൽ എനിക്ക് ഇരുന്ന് ശരിക്കും ഒന്ന് പഠിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ താഴത്തെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമില്ല. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ ഒരു ലേബർ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ കുറേ സാധനമുണ്ട്, തുണികളുണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പാത്രങ്ങൾ, അത് ഇത് കുറേ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വരുമ്പം തന്നെ ഒരാഴ്ച 10-15 ദിവസം പിടിക്കും. അത് കഴിഞ്ഞ് പണി തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതൊക്കെ വന്നെടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമുക്കിവിടെ വന്ന് ആരും ഹെൽപ്പ് ചെയ്യാനുമില്ല, ആരുമില്ല. നമുക്ക് ഒരിടത്ത് പോയി ഒരു ചായ കുടിക്കാമെന്ന് പറയാൻ ആരുമില്ല. നമ്മുടെ വീട്ടിൽ വെച്ചാൽ കഴിക്കും, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിക്കണം, അങ്ങനെയാണ്. അപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ശരീരം വയ്യ, ഒന്ന് ചേച്ചിയുടെ പോകാം, അല്ല തറവാട്ടിൽ കഴിക്കാം എന്നൊക്കെ പറയാം. ഇതിപ്പോൾ അങ്ങനെയൊന്നുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ലേ നമ്മൾ പ്രവാസികളൊക്കെ ആകുമ്പോൾ. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മലയാളി ആൾക്കാർ വരും, മിണ്ടും എന്നൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ രാവിലെ ജോലിക്ക് വന്നവർ, അവരൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന സമയത്തൊന്ന് വന്ന് കാണുന്നതും നോക്കുന്നതൊക്കെ. അവർക്കൊക്കെ അവരുടേതായ എല്ലാവരും ജോലിക്ക് പോകുന്നവരും മക്കളും പഠിത്തവും ഒക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് ഇവിടെ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ രാവിലത്തെ ഇതിൽ കുറേ പണികൾ ഇനി കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ നാട്ടിൽ നല്ല നല്ല ന്യൂസുകൾ നമ്മുടെ നാട്ടിൽ കേൾക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് തുറക്കുമ്പോൾ, നമ്മുടെ TV തുറക്കുമ്പോൾ കേരളത്തിലെ ന്യൂസ് കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നല്ല നല്ല ന്യൂസുകൾ കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.